സർവ്വസന്നാഹങ്ങളുമായി തെരച്ചിൽ നടത്തിയിട്ടും കൂട്ടിലാകാതെ വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ ഇറങ്ങിയ കടുവ. തെരച്ചിലിനിടെ ഇന്ന് പുലർച്ചെയും കടുവ ആടിനെ ആക്രമിച്ചു കൊന്നു. ആടിനെ മാത്രം വേട്ടയാടുന്നതിനാൽ മട്ടൻ കടുവയെന്നാണ് നാട്ടുകാർ ഈ കടുവയെ ഇപ്പോൾ വിളിക്കുന്നത്. ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയ കടുവ കാപ്പിത്തോട്ടത്തിലേക്ക് വലിഞ്ഞു. സമയം പുലർച്ചെ 2:05. ഊട്ടിക്കവല പായിക്കണ്ടത്തിൽ ബിജുവിന്റെ വീട്. ബിജുവിന്റെ അമ്മ മറിയം ഉറങ്ങുന്ന മുറിയോട് ചേർന്നുള്ള ജനലിന് പുറമെയാണ് ആടിന്റെ കൂട്. തള്ളയാടും 3 കുട്ടികളും ഇവിടെയുണ്ട്. മറിയം കണ്ട കാഴ്ച ഇങ്ങനെ. ഞാനിവിടെ ജല്ലിക്കട നോക്കുമ്പം ഈ ആടിനെ കടിച്ചു വന്നിട്ട് കടുവ ഇങ്ങോട്ട് തിരിയുന്നുണ്ട്. ഒച്ച കേട്ടോണ്ടാണ് ഞാൻ നോക്കുന്നത്, ജല്ല് തുറന്ന് നോക്കുന്നത്. അപ്പോൾ ഈ ലൈറ്റ് ഇവിടെ വെച്ചേക്കണ നന്നായിട്ട് വെട്ടം കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് ശരിക്കും ഈ കടുവേനെ ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങോട്ടിലെ ഇങ്ങനെ കയറി പോകും. വരുന്നത് കണ്ടില്ല, ഞാൻ കയറി പോകുന്നതേ കണ്ടുള്ളൂ. അപ്പോൾ ഇതിനെ കടിച്ച് കൊന്നിട്ട് ഈ കടുവ ഈ സ്റ്റെപ്പേൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് തിരിയുക. ഇവിടുന്ന് വട്ടം അങ്ങോട്ട് തിരിയുന്ന ഞാൻ കണ്ടു. അപ്പോഴത്തേക്ക് ഞാൻ ഒച്ച ഉണ്ടാക്കി. ഇവിടെ ക്യാമ്പ് ചെയ്തിരുന്ന വനം വകുപ്പ് സംഘം വേഗത്തിൽ സ്ഥലത്തെത്തി. ആടിനെ ഇരയാക്കി വെച്ച് കൂട് സ്ഥാപിച്ചു. തെർമൽ ഡ്രോൺ പറത്തി. കടുവയുടെ ചലനം വ്യക്തമായതോടെ ഡോക്ടർ അരുൺ സക്കറിയയും സംഘവും മരുന്ന് നിറച്ച തോക്കുമായി ഇറങ്ങി. അനുകൂല സാഹചര്യം വരികയാണെങ്കിൽ ഇതിനെ മയക്കുവെടി വെക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നമ്മൾ ഓൾറെഡി നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഡോക്ടർ അരുൺ സക്കറിയും അതുപോലെ തന്നെ ഡോക്ടർ അജേഷ് മോഹൻദാസും സംഘവും ഇവിടെ നിലവിലുണ്ട്. അനുകൂല സാഹചര്യം നമുക്ക് കിട്ടുകയാണെങ്കിൽ, അതായത് തുറസായ സ്ഥലത്ത് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിലുള്ള ഒരു പ്രൊസീജിയറിലേക്ക് ഇന്ന് കടക്കുന്നതാണ്. വനം വകുപ്പിന്റെ തെരച്ചിലിനിടെ കടുവ കാപ്പിത്തോട്ടത്തിലേക്ക് വലിഞ്ഞു. ഇതോടെ മയക്കുവെടി സാധ്യമല്ലാതെ വന്നു. സ്ഥലത്തെത്തിയ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും പ്രാദേശിക CPIM നേതാക്കളും തമ്മിൽ വാക്കേറ്റത്തിനും ഊട്ടിക്കവല സാക്ഷ്യം വഹിച്ചു. രാത്രിയിലും ഉചിതമായിടത്ത് കടുവയെ കിട്ടിയാൽ മയക്കുവെടി വയ്ക്കും. ആടുകളുടെ നഷ്ടപരിഹാരം നാളെ നൽകും. 24 വയനാട്.